ഹായ് ഹായ് നമുക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. വേറൊന്നുമല്ല, നമ്മുടെ കല്യാണം കഴിഞ്ഞത് മെയ് 11 നമ്മുടെ ഒരു ജേണിയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറയാൻ പോകുന്നത്. ചിലർക്ക് ഇതൊന്നും വലിയ കാര്യമായിരിക്കില്ല, ചിലർക്ക് അറിയാമെന്നുള്ളവർക്ക് ഇത് മനസ്സിലാവും. വേറൊന്നുമല്ല, കല്യാണം കഴിഞ്ഞത് മെയ് 11 നമ്മൾക്ക് കല്യാണം കഴിഞ്ഞിട്ട് ഒരു 8 മാസം കഴിഞ്ഞ മെയ് 11 8 മാസം തികഞ്ഞു. അങ്ങനെ 1 ഇയറിലോട്ട് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഈ ഒരു ജേണി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഡ്രീമായിരിക്കും. കല്യാണം എന്ന് പറയുന്നത് വലിയൊരു അവരുടെ ലൈഫിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് കല്യാണം എന്ന് പറയുന്നത്. അതുപോലൊരു വലിയൊരു സംഭവമാണെന്നാണ് ഞാനും ഇവളും വിചാരിച്ചത്. നമ്മുടെ ലൈഫ് ടേണിംഗ് പോയിൻ്റ്, ലൈക്ക് നമ്മുടെ ഒരു ജേണി ലൈഫ് ടേണിംഗ് പോയിൻ്റായിട്ട് മാറും. ഈ ഒരു ജേണി കല്യാണത്തോടെ ലൈഫ് മാറും എന്നൊക്കെയുള്ളൊരു തോട്ടായിരുന്നു. ആക്ച്വലി മെയ് 11 ശേഷം ഒരു 7 മാസം വരെ അത്ര ഈസി ഒന്നും അല്ലായിരുന്നു കേട്ടോ. അത്ര ഈസി അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രഗിളായിരുന്നു നമുക്ക്. സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും ജീവിതത്തിൽ ഇത്രയും മാത്രം സ്ട്രഗിൾ ഞാൻ അനുഭവിച്ചിട്ടില്ല. പുള്ളിക്കാരി സംബന്ധിച്ച് ഇത് അങ്ങനെ അത്ര വല്ല സ്ട്രഗിൾ എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഇതിനും വലിയ വലിയ സംഭവങ്ങൾ പുള്ളിക്കാരിയുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്, പുള്ളിക്കാരുടെ പാസ്റ്റിലായാലും. പക്ഷെ എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ എസ്കേപ്പ് ആവുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ഒന്നുമല്ല. ജീവിതത്തിൽ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പ്രോബ്ലംസ് ഒന്നും നേരിട്ടിട്ടില്ലല്ലോ. അപ്പം ഇതൊക്കെ ഈ സംഭവങ്ങളൊക്കെ നമുക്ക് ലൈഫിലോട്ട് വരുമ്പോൾ ഭയങ്കര ഇതാണ് ഇവിടെ ദിസ് ഈസ് ദ എൻഡ് എന്നുള്ളൊരു ഫീൽ. അത് ഇതുകൊണ്ട് അങ്ങ് അവസാനിക്കുകയാണെന്നൊക്കെയുള്ളൊരു തോട്ട് വന്നു. വേറൊന്നുമല്ല, കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പം രണ്ടുപേരും 2 രീതിയാണ്. അതിപ്പോൾ ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് ഏറ്റവും കാമാണ്. പുള്ളിക്കാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാര്യത്തിനാണെങ്കിൽ പോലും ഭയങ്കരമായിട്ട് ട്രിഗർ ആവുന്നതും ഭയങ്കരമായിട്ട് ഡൗൺ ആവുന്നതും ഒരുപാട് ആങ്കർ ഇഷ്യൂസൊക്കെ ഉള്ള ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ചേരുമ്പോൾ ഉള്ള മിസ്റ്റേക്സും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് പൊതുവേ. അപ്പോൾ എനിക്കിത് നോർമൽ അല്ലായിരുന്നു. പുള്ളിക്കാരിയെ സംബന്ധിച്ച് പുള്ളിക്കാരി പ്രാക്ടിക്കലായിട്ട് എടുക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ എനിക്കിത് ട്രോമയാണ്. മനസ്സിലായില്ലേ? കുറച്ച് നേരം സംസാരിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്കത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാവുന്നൊരു സംഭവമാണ്. അതായത് എനിക്കൊട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അത്. കുറച്ച് നേരം മിണ്ടാതിരുന്ന് ഞാൻ ഓവർ തിങ്ക് ചെയ്ത് ഞാൻ അലമ്പുണ്ടാക്കി വിഷയമാക്കും. കാരണം ഞാൻ ഇത് അവസാനിക്കാൻ പോകണം, ഇത് അങ്ങനെയൊക്കെ ചിന്തിച്ച് ഭയങ്കര വിഷയം ഉണ്ടാക്കും ഞാൻ. അങ്ങനെ എനിക്കത് ഒരു 5-10 മിനിറ്റ് സംസാരിക്കാതിരിക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് ചെന്ന് ഇറിറ്റേറ്റ് ചെയ്യുമായിരുന്നു. അത് എന്താ സംസാരിക്കത്തേന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുക. പുള്ളിക്കാരിക്ക് അത് ഭയങ്കര ഹേറ്റായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നു. അത് 2 ടൈപ്പ് ഓഫ് ക്യാരക്ടർ ആയതുകൊണ്ടാണ്. അത് മനസ്സിലാക്കാൻ കുറച്ച് സമയം എടുത്തു എന്നാണ് വാസ്തവം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണത്തിന് ശേഷം നമ്മൾ സന്തോഷം എന്ന് പറയുന്ന സാധനം അങ്ങനെ അധികം അനുഭവിച്ചിട്ടില്ല. നമ്മൾ കുറച്ച് ഫിനാൻഷ്യലി കുറച്ച് ബുദ്ധിമുട്ട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അസുഖങ്ങൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഡേ ബൈ ഡേ ഇങ്ങനെ ഓരോന്നായിട്ട് വരുവാണ്. എനിക്ക് അസിഡിറ്റി ആയി സീരിയസ് ആയി, എനിക്ക് ഇതുവരെ ഇല്ലാത്ത ഒരു ടൈപ്പ് ഓഫ് അസുഖങ്ങൾ. അതായത് ഗ്യാസിൻ്റെ പ്രോബ്ലം സിവിയറായി, അസിഡിറ്റി ആയി, അൾസറായി, എൻഡോസ്കോപ്പിയൊക്കെ ചെയ്ത് എൻ്റെ ജീവിതത്തിൽ എനിക്കത് ആ ദിവസങ്ങളൊന്നും ഓർക്കുന്ന കൂടി ഇഷ്ടമല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബോധം കെട്ട് വരെ വീണിട്ടുണ്ട്, ഛർദ്ദിച്ച് ബ്ലഡ് വരെ വന്നിട്ടുണ്ട് ഒരു ദിവസം. അന്നൊക്കെ എൻ്റെ വീട്ടുകാർ ഇവളൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു. അന്ന് എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു ടൈപ്പ് ഓഫ് ദിവസങ്ങളായിരുന്നു അന്ന് ഹോസ്പിറ്റലും ട്രീറ്റ്മെൻറ്റും ഒരു 2-3 മാസം. എൻ്റെ ദൈവമേ, ഞാൻ ഒന്ന് ലൈഫിലോട്ട് തിരിച്ച് വരുമോ ഇല്ലേന്ന് പോലും അറിയാൻ പറ്റാത്തൊരു കണ്ടീഷനിലായിരുന്നു അന്നൊക്കെ. അങ്ങനെ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ഇതുവരെയൊക്കെ അങ്ങ് എത്തിപ്പെട്ടു സത്യം പറഞ്ഞാൽ. പിന്നെ മുന്നോട്ട് പോകുമ്പോഴും കുറേ കൺഫ്യൂഷൻസും ശരിയാവും ഇല്ലേ എന്നൊക്കെ ഉള്ളൊരു പേടിയും ടെൻഷനും ഇങ്ങനെ അങ്ങ് കറങ്ങുമോ ഇതൊക്കെ. ഇത് ആക്ച്വലി എന്താണെന്ന് മനസ്സിലാവും. നിങ്ങൾക്ക് ഈ ഇവിൽ ഐയിലൊക്കെ വിശ്വാസം ഉണ്ടോ ഇല്ലേന്ന് അറിയാം. എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളിൽ വലിയ വിശ്വാസമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ജീവിതത്തിൽ ഒരു അനുഭവം കിട്ടിയപ്പോൾ നമ്മൾ വിശ്വസിച്ച് പോകുന്നതാണ്. അതിന് പിന്നീട് അങ്ങ് അമ്പലമായി, പള്ളിയായി, എല്ലായിടത്തും കയറി അങ്ങ് നിറങ്ങണം കേട്ടോ. 100 വരെ കെട്ടി
ഇതൊന്നും എനിക്ക് എൻ്റെ ലൈഫിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസം എന്ന് പറയുന്ന സാധനമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അനുഭവങ്ങളൊക്കെ വന്ന് പെട്ടപ്പോൾ എല്ലാം അങ്ങ് വിശ്വസിച്ച് തുടങ്ങി. പിന്നെ അങ്ങനെ കുറേ സംഭവങ്ങൾ ലൈഫിൽ സംഭവിച്ചു. പിന്നെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നമ്മൾ വഴക്കും പ്രശ്നങ്ങളൊക്കെ സ്വാഭാവികമാണെന്ന് മനസ്സിലാക്കി തുടങ്ങി. ഇപ്പം നമ്മുടെ ലൈഫ് മാത്രമല്ല പറയുന്നത്, ഇത് എല്ലാ കപ്പിൾസും അല്ലെങ്കിൽ എല്ലാവരുടെ ഫാമിലി ലൈഫിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ തന്നെയായിരിക്കും. കാരണം നമ്മൾ ഇതിനു മുമ്പ് വരെ ഒരു പ്രണയത്തിലോ ഒരു അഫെയർ റിലേഷൻഷിപ്പിലാവുന്ന സമയത്ത് നമ്മൾ അവരുടെ നെഗറ്റീവ് ആയിരിക്കത്തില്ല, അവരുടെ നെഗറ്റീവ് സൈഡ് ആയിരിക്കില്ല കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. കാരണം കാണുന്നത് എന്തും ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മൾ കാണത്തുള്ളൂ. പക്ഷെ അതല്ല ലൈഫ്. അതിനുശേഷം കല്യാണം കഴിയുമ്പോഴാണ് അതിൻ്റെ എരിവും പുളിവും എല്ലാം മനസ്സിലാവുന്നത്. അതിൽ നമ്മൾ യൂസ്ഡ് ആവുന്ന പോലെ ഇരിക്കും നമ്മുടെ ലൈഫ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിലെല്ലാം യൂസ്ഡായി വന്നു. അതായത് ഇങ്ങനെയാണ് ആളുടെ പരിമിതി, ഇങ്ങനെയാണ് ആളുടെ ഇഷ്ടമില്ലായ്മ, ഇതൊക്കെയാണ്. ഇപ്പം ഞാൻ എൻ്റെ കാര്യങ്ങളിൽ എന്ന് പറയുമ്പം എനിക്ക് കുറച്ച് ഇഷ്ടങ്ങളുണ്ട്. പുള്ളിക്കാരിയെ ഞാൻ അതിലോട്ട് ഫോഴ്സ് ചെയ്യുമ്പം പുള്ളിക്കാരി ഇഷ്ടമില്ലാതെ ആയിരിക്കും അത് ചെയ്യുന്നത്. അതൊക്കെ കുറച്ച്, അതായത് ഒരു പരിധി വരെയൊക്കെ ഓക്കെയാണ്. അത് കഴിയുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് ട്രിഗറാവും, ഉള്ളിലുള്ള ആ സംഭവമൊക്കെ പുറത്ത് വരും. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടന്നു. ഒന്നും എന്തെങ്കിലും അങ്ങനത്തെ കുറച്ച് വിഷയങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. പിന്നെ നമ്മൾ ഹമാരി സിന്ദഗി എന്ന് പറയുന്ന ഈ ഒരു ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, ഫേസ്ബുക്ക് പേജുണ്ട് നമുക്ക്. ഇതെന്തിന് തുടങ്ങി എന്ന് പറഞ്ഞാൽ ആദ്യം ഇത് നമുക്ക് ജസ്റ്റ് ഫോർ അസ് എന്നുള്ളൊരു പേജ്, ഇൻസ്റ്റാഗ്രാം പേജ് മാത്രമല്ല, ടു ഹാർട്ട്സ് എന്ന് പറയുന്ന വെറുതെ തുടങ്ങിയതാ. വേറെ ഒന്നുമില്ല, നമുക്ക് നമ്മുടെ പേഴ്സണൽ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഉണ്ട്. അത് അവിടെ നിർത്തിക്കൊണ്ട് നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ മൊമെന്റ്സ് രണ്ടുപേരും കൂടെ ഉള്ള മ്യൂച്വൽ ആയിട്ടുള്ള ഒരു മൊമെന്റ്സ് ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫോട്ടോസ് ഇടും, അല്ലെങ്കിൽ ചെറിയ ചെറിയ വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റയിൽ ഇല്ലായിരുന്നു. ഇൻസ്റ്റയിൽ ഒരു പേജായിട്ട് തുടങ്ങിയതും ആയിരുന്നു. പിന്നീട് അതങ്ങ് ഇട്ടിട്ട് വന്നപ്പോൾ നമുക്കതൊരു ഇൻട്രസ്റ്റ് ആയിട്ട് മാറി. പിന്നെ പിന്നെ കല്യാണത്തിന്റെ തിരക്കായി. പിന്നെ അതൊന്നും ഇടാൻ മടിയാണ്, വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തിടാൻ ഭയങ്കര അങ്ങ് മടിയായിപ്പോയി. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഒരു തുടക്കം വന്നതും. നിർത്തി വീഡിയോ സ്റ്റാർട്ടിങ്ങിൽ കുറെ വീഡിയോസ് ഒക്കെ കേറിയായിരുന്നു. പിന്നെ നമ്മളത് ഈ പേര് എങ്ങനെയോ ചേഞ്ച് ആയിട്ട് ജസ്റ്റ് ഫോർ എസ് ആയി. ജസ്റ്റ് ഫോർ നമുക്ക് വേണ്ടി മാത്രം അതൊരു പ്രൈവറ്റ് അക്കൗണ്ട് ആയി. പക്ഷെ നമ്മൾ ഇടുന്നുണ്ട് ഫോട്ടോസ് ഒക്കെ, പക്ഷെ അത് പ്രൈവറ്റ് അക്കൗണ്ട് ആയിട്ട് മാറി. അങ്ങനെ അങ്ങ് പോയി. അതിനകത്ത് വേറൊന്നും വീഡിയോസ് ഒന്നും ഇടുന്നില്ല. പിന്നെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാം ആയിട്ട് ഇതങ്ങ് പിന്നെ അത് മടുത്തു, ആ പേജ് അങ്ങ് മടുത്തു. പിന്നെ അത് കളയാന്നുള്ള തീരുമാനമായി. അത് പിന്നെ വെച്ചിട്ട് വെറുതെ എന്തായാലും വീഡിയോ ഇടുന്നില്ല. പിന്നെ എന്തിനാ പേജ്, പിന്നെ ആ ഒരു ഇൻട്രസ്റ്റ് പോയി. പിന്നെ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം ആയപ്പോൾ പിന്നെ നമ്മളതങ്ങ് വെറുത്തു. ആ ഒരു പേജ് അങ്ങ് വേണ്ട എന്നുള്ള രീതിയിലൊക്കെ ആയി. പിന്നെ അങ്ങനെ ഇരുന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു കാഷ്വലി വീട്ടുകാർ കിച്ചണിൽ അമ്മയും ഇവളും പിന്നെ അനിയത്തിയും കൂടെ കിച്ചണിൽ ചുമ്മാ ഒരു ഫൺ മൂമെന്റ് ഒന്നും ഉണ്ടായിരുന്നു. അതായത് അവർ ചുമ്മാ ഡാൻസ് കളിക്കുന്ന ഒരു വീഡിയോ വെറുതെ എടുത്തിട്ട് വന്നങ്ങ് ഭയങ്കര വൈറലായി. ഞാൻ ജസ്റ്റ് ഫോർ അസിൽ ഇട്ടത്, കാരണം നമ്മുടെ പേഴ്സണൽ ഇടണ്ട, ജസ്റ്റ് ഫോർ സോറി ഹമാരി സിന്ദഗി നമ്മുടെ പേരിൽ അത് അങ്ങ് ഇട്ടപ്പോൾ അങ്ങ് വൈറലായപ്പം അപ്പോഴത്തേക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ആക്ച്വലി ഒരു വീഡിയോ ഇടുന്നുണ്ട്. എൻ്റെ നെയ്ബറാണ് പുള്ളിക്കാരൻ്റെ വീഡിയോ ഇട്ടപ്പോൾ അതിലൊരു വേർഡ് എനിക്ക് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയി, കൺസിസ്റ്റൻസി. അതായത് ഞാനത് ലൈവ് കണ്ടതാണ്. ശരിക്കും അവൻ്റെ ഗ്രോത്ത് ഞാൻ ലൈവായിട്ട് കണ്ടതാണ്. കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് എങ്ങനെയാണ് വർക്കാവുന്നതെന്നുള്ളത്. അപ്പം ഞാനൊരു കാര്യം തീരുമാനിച്ചു, ഞാനിവിടെ സംസാരിച്ചു, നമുക്കൊരു ഡിസ്ട്രാക്ഷൻ ആവശ്യമാണ്, നമുക്കൊരു ഗ്രോത്ത് ആവശ്യമാണ്. കാരണം നമ്മൾ രണ്ടുപേരും എഫേർട്ട് ഇട്ടാലേ നമ്മളെ ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ബന്ധം സ്ട്രോങ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ഒരാൾ മാത്രം മുന്നോട്ട് വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല. അങ്ങനെ ഇരുന്നപ്പോൾ നമുക്ക് ഒരുമിച്ച് ഇത് വർക്ക് ചെയ്ത് തുടങ്ങാമെന്ന് തീരുമാനിച്ചു. അതായത് ഈ ഹമാരി സിന്ദഗിയിലോട്ട് നമുക്ക് ഒരുമിച്ച് വീഡിയോ ഇടാം എന്ന് തീരുമാനിച്ചു. അങ്ങനെ വീഡിയോ ഇട്ട് തുടങ്ങി, കുറച്ച് കോമഡി വീഡിയോസും ഇതൊക്കെ ഇട്ട് തുടങ്ങിയപ്പം പിന്നെ അതൊരു ഗ്രോത്ത് ആയിട്ട് മാറി. പിന്നെ നമ്മൾ പ്രതീക്ഷിക്കാതൊക്കെ 1 മില്യൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സ്വപ്നമായിരുന്നു. അതായത് 1 മില്യൺ വ്യൂസ് എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും കിട്ടാത്ത, മാക്സിമം 10K ഒക്കെ ആകുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. 10K വ്യൂസ് കിട്ടിയില്ലേ എന്ന് പറഞ്ഞു. പക്ഷെ അതല്ല, 1 മില്യൺ വ്യൂസൊക്കെ കിട്ടിയപ്പം നമുക്ക് നമ്മൾ എന്തുകൊണ്ടൊക്കെ സ്വപ്നം കണ്ടു തുടങ്ങി. ഓക്കെ, 1 മില്യൺ ഒരു ബിഗ് നമ്പറാണ്. 1 മില്യൺ 10 ലക്ഷം ആൾക്കാർ കണ്ടു എന്നുള്ളത്. പക്ഷെ ഒരു സത്യം പറയട്ടെ,
വീഡിയോസ് പല വീഡിയോസും 1 മില്യൺ അല്ല 5 മില്യൺ 4 മില്യൺ ഇങ്ങനെ ഒരു വലിയൊരു കൗണ്ടിലോട്ടൊക്കെ പൊയ്ക്കൊണ്ടിരുന്നു. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമായിരുന്നു. അതൊക്കെ ഒരു വലിയൊരു അച്ചീവ്മെൻ്റ് ആയിരുന്നു നമുക്ക്. പല കൊളാബ്സ് വരുന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ കൊളാബ്സ് ഒന്നും അധികം അക്സെപ്റ്റ് ചെയ്യാത്തെന്ന് പറഞ്ഞാൽ സ്റ്റിൽ നമ്മളിപ്പോഴും ഗ്രോത്തിങ് സ്റ്റേജാണ്. ഇപ്പോഴും നമ്മളൊന്നും ആയിട്ടില്ല. അപ്പോൾ അതിലോട്ട് എത്തുന്നതേ ഉള്ളൂ നമ്മൾ. അപ്പോൾ അതെല്ലാം ഒരു റീച്ച് എത്തിയിട്ട് നമുക്ക് പതുക്കെ കൊളാബ്സ് എല്ലാം, കാരണം നമുക്കൊരു കമ്മിറ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അവരുടെ ഇപ്പോൾ ഒരു ഫോളോവേഴ്സ് ഒന്നും അധികം ആയിട്ടില്ല, 10K ഫോളോവേഴ്സ് അടുപ്പിച്ചാവുന്നേ ഉള്ളൂ. പക്ഷെ പെട്ടെന്നാണ്, വളരെ ഒരു 1 മന്ത് ഡ്യൂറേഷൻ അതിനുള്ളിലാണ് നമുക്ക് ഇതാക്കാവുന്നത്. നമുക്കും ആവും, നിങ്ങൾക്കും ആവും. നിങ്ങൾ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഈ വീഡിയോ ചെയ്യുന്ന അല്ലെങ്കിൽ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇട്ട് എല്ലാവർക്കും ആവും, എല്ലാവരും സക്സസ്ഫുൾ ആവണം എന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ ചെയ്യാൻ തുടങ്ങി. പിന്നെ നമ്മൾ അമ്പലത്തിൽ കൂടുതലും പോകാൻ തുടങ്ങി. പിന്നെ കുറേ കാര്യങ്ങൾ ഡ്രീം ചെയ്യാൻ തുടങ്ങി. നമ്മൾ അതിനോട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. കുറേ കോൺഫിഡൻറ്റ് ബിൽഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഈ ഒരു ഹമാരി സിന്ദഗി നമ്മളെ ശരിക്കും പറഞ്ഞാൽ നമ്മളെ ഒന്ന് ചേർത്ത് പിടിക്കാൻ തുടങ്ങി. നമ്മൾ തമ്മിലുള്ളൊരു ബോണ്ട് തിരിച്ച് കൊണ്ടുവരാനും അത് സ്ട്രോങ് ആക്കാനും ഇങ്ങനെ ഒരു ഭയങ്കര ഒരു പോസിറ്റീവായിട്ടൊരു സംഭവം. അതായത് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഇത് സംതിങ് ഒരു എന്താ പറയണ്ട, എന്തോ ഒരു പോസിറ്റീവ് എനർജി നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന പോലെ ഫീൽ ചെയ്തു എനിക്ക്. അങ്ങനെ അത് നമ്മളെ കൊണ്ട് ഇതുവരെ എത്തിച്ചു. ഇപ്പോഴും നമുക്ക് സ്ട്രഗിൾ, ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ ചില വീഡിയോസ് കയറുന്നുണ്ട്, ചില വീഡിയോസ് ഒരു ഗ്യാപ്പ് വന്നു. ഇതിനിടയ്ക്ക് ഒരു ഗ്യാപ്പ് വന്നു. ആ ഗ്യാപ്പ് വന്നത് നമ്മളെ ഒന്നുകൂടെ ഒന്ന് റിയലൈസ് ചെയ്യണം. കാരണം ചലഞ്ചസ് ഇനിയും വരും. അപ്പോൾ നമ്മൾ ഇതിൽ വിടാൻ പാടില്ല. കീപ്പ് ഓൺ ഗോയിങ് എന്നുള്ള സംഭവം പഠിപ്പിച്ച് തരാൻ വേണ്ടിയിട്ടുള്ള ഗ്യാപ്പായിട്ടാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അത് അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കും. എന്തായാലും ഇപ്പം നിലവിൽ നമ്മൾ ഹാപ്പിയാണ്. ഇങ്ങനെ വീഡിയോസ് എല്ലാം പോകുന്നുണ്ട്. കുറച്ച് ഡ്രീംസ് ഉണ്ട്. അതായത് നമുക്ക് അത് പറയുന്നില്ല. അത് ഇനി പോകുന്ന ഈ ജേണിയിൽ നിങ്ങൾ അത് കാണും. കുറച്ച് കാര്യങ്ങളൊക്കെ കുറച്ച് സ്വപ്നങ്ങൾ നേടിയെടുക്കാനുള്ള കുറച്ച് സ്വപ്നങ്ങളുണ്ട്. അത് എന്തായാലും നമ്മുടെ ഈ ജേണിയിൽ നിങ്ങളെല്ലാവരും അത് കാണും. നമ്മുടെ ഒരു ബിഗ് ഫാമിലിയാണ് ഇത്. നമ്മൾ മാത്രമല്ല, നിങ്ങളെല്ലാവരുമാണ്. നമ്മളെല്ലാവരും ഒരു ഫാമിലിയാണ്. ഈ ഒരു ഫാമിലിയിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് ഇപ്പോൾ നമ്മുടെ സക്സസ്ഫുൾ സ്റ്റോറീസ് എന്നെ വലിയൊരു പങ്ക് നിങ്ങൾക്കും ഉണ്ടാവും. നിങ്ങളെല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ള ഒരു വിശ്വാസം നമുക്കുണ്ട്. ഒത്തിരി നാൾക്ക് ശേഷം എനിക്കൊന്ന് ഒരു 1.5 ഇയറിന് ശേഷമാണ് ഒരു ലോങ് വീഡിയോ ഇടുന്നത്. അതെ ഒരു ലോങ് വീഡിയോ ഇടുന്നത് ഫസ്റ്റ് ടൈമാണ്. അതും യൂട്യൂബിൽ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നാൾ കൊണ്ട് ഇടണം എന്ന് ആഗ്രഹിച്ച ഒരു വീഡിയോ ആണ്. നിങ്ങളിൽ എത്ര പേര് ഇത് കണ്ടിന്യൂസ് ആയിട്ട് കാണുമെന്ന് അറിയത്തില്ല, കാണുമെന്ന് അറിയത്തില്ല. ചിലപ്പോൾ ഇത് വേണ്ടപ്പെട്ട കുറച്ച് പേര് മാത്രമായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് എല്ലാവരും ഫാമിലി, ഞാൻ പറഞ്ഞില്ലേ കുറച്ച് മുമ്പ് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എന്ന് പറയണം, എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും കൂടെ ഉണ്ടാവുമെന്നും ഒരു വിശ്വാസവും ഉണ്ട്. എന്തായാലും വി ആർ ഹാപ്പി. നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഇപ്പം ചെയ്ത് തുടങ്ങുക. ട്രസ്റ്റ് മീ, പ്രോസസ്സ് സ്ലോ ആയിരിക്കും, പക്ഷെ റിസൾട്ട് വലുതായിരിക്കും. അത് ഉറപ്പാണ്. അത് ഒരു ഗ്യാരണ്ടീഡാണ്. നമുക്കത് വർക്കാവുന്നത് കൊണ്ടാണ് പറയുന്നത്. ഇതെല്ലാവർക്കും വർക്കാവും. പിന്നെ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ, പേഴ്സണലായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഒന്നുമല്ല. അതൊക്കെ ഉണ്ടെങ്കിൽ ലൈഫിൽ മുന്നേറി പോകാൻ സാധിക്കത്തുള്ളൂ. നമ്മളോട് ആരും ഉണ്ടാകത്തില്ല. നമുക്ക് വേണ്ടി നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് മനസ്സിലാക്കുക, ആ ട്രൂത്ത്. പിന്നെ അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ. എന്തായാലും പറയാൻ വേണ്ടി വന്നേ, കുറേ നാൾക്ക് ശേഷം നമ്മളൊന്ന് റീസ്റ്റാർട്ട് ചെയ്യണം. അതെ, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ഒരു വ്ളോഗായിട്ട് ചെയ്യണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമാണ്. നമ്മൾ ഷോർട്സ് ഇടുന്നുണ്ട്, ആക്ച്വലി ഷോർട്സ് ഒക്കെ ഇടുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇതൊരു ലോങ് ഒരു വീഡിയോ ചെയ്തിട്ടില്ല. അതൊന്ന് ചെയ്യാമെന്ന് തോന്നി. അങ്ങനെ എന്തായാലും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഇനി നല്ല കോണ്ടന്റ്സ് ആയിട്ട് നമ്മൾ വീണ്ടും വരും. നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഇനിയും കാണാം. ഓക്കെ, ബൈ. താങ്ക് യു.